രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് എങ്ങനെയാണ് സ്വീറ്റ് കോൺ കുക്ക് ചെയ്തെടുക്കണേ എന്നുള്ളതാണ്. തണ്ടുന്ന എങ്ങനെയാണ് കോൺ എടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാം. അപ്പം ഞാൻ തണ്ടുന്ന ഇതാ കോണൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പൊലുപൊലാന്ന് കിട്ടും, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ. അതിനായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി വെച്ചതാണ്. ഇനി ഞാനിത് വെള്ളത്തിലൊന്നും ഇട്ടിട്ടല്ല കുക്ക് ചെയ്യാൻ പോണത്. നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കാൻ പോണത്. വെള്ളത്തിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോഷകമൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടും. നമ്മളെപ്പോഴും സ്വീറ്റ് കോൺ ചെയ്യുന്ന സമയത്ത് സ്റ്റീം ചെയ്തെടുക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അത് ഇറക്കി വെക്കുകയാണ്. അതിലേക്ക് നമ്മുടെ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കോൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ തന്നെയാണ് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പല റെസിപ്പീസ് ഇതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ട്, അതേപോലെ സാലഡ്സിൽ ഉപയോഗിക്കാം, പിന്നെ അതേപോലെ കട്ട്ലറ്റ്സ്, അതേപോലെ കറികൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ കുറേ ഡിഷസ് ഉണ്ട് സ്വീറ്റ് കോണിൽ ചെയ്യണത്. ഇതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ പോണത് സ്വീറ്റ് കോൺ മസാലയാണ്. നമ്മൾ മാൾസിലൊക്കെ പോയാൽ കഴിക്കാൻ കിട്ടില്ലേ, ബട്ടറൊക്കെ ഇട്ടിട്ട്, ആ ഒരു ഡിഷാണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. ഈ ഒരു രീതിയിലല്ല നിങ്ങൾ സ്വീറ്റ് കോൺ കുക്ക് ചെയ്ത് എടുക്കാറ് പതിവ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡും അതേപോലെ ഈസി ആയിട്ടുള്ള മെത്തേഡും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഫ്യൂച്ചർ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.